കൊടുത്തിട്ടും അമ്മമാർ അന്നത്തിൻ്റെ രുചി, അന്നത്തിലുള്ള അഭിലാഷം ഇവയൊക്കെ അടിസ്ഥാനമായി സങ്കല്പിച്ചിരുന്നു. അങ്ങനെ അന്ന അഭിലാഷത്തെ അമ്മമാർ രോഗനിർണയത്തിൻ്റെ അടിസ്ഥാന മൂല്യമായി കണ്ടെത്തിയിരുന്നു. ഇതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അന്ന അഭിലാഷം, അന്നത്തിൻ്റെ രുചി, അന്നത്തിൻ്റെ പരിഭാഗം, കഴിക്കുന്ന അന്നം, പച്ചക്കറികൾ, പഴങ്ങൾ, മാംസം ഏതൊക്കെയായി കുഞ്ഞിന് കഴിക്കാൻ കൊടുത്തത്, അത് കഴിച്ചാൽ അത് മലമായും കുടിച്ച വെള്ളം പലപ്പോഴും മൂത്രമായും പോകുമ്പോൾ പഴയ അമ്മമാർ ശ്രദ്ധിച്ചു നോക്കിയിരുന്നു. മെഴുകിയ തറയൊക്കെ ആണെങ്കിൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ വെളുത്ത ഊറൽ കിടപ്പുണ്ടെങ്കിൽ ആ അമ്മ ഉടനെ തന്നെ കുഞ്ഞിന് തകരാറുണ്ടെന്ന് മനസ്സിലാക്കും. കുഞ്ഞിൻ്റെ കിഡ്നി എവിടെയായിരിക്കുന്നതെന്നോ കിഡ്നി എന്നാണോ പേരെന്നോ ഒന്നും അമ്മയ്ക്കറിയില്ല. വിദ്യാഭ്യാസം ഒന്നുമില്ലാത്തൊരമ്മ പോലും ആ കുഞ്ഞ് മൂത്രമൊഴിച്ചപ്പോൾ അതിന് എന്തോ തകരാറുണ്ടെന്ന് കണ്ടറിഞ്ഞിട്ട് നേരെ പോയി വെളുത്ത ചെമ്പരത്തിയുടെ, വെളുത്ത പൂവുള്ള ചെമ്പരത്തിയുടെ വെളുത്ത പൂവ് ഒരു 5 പറിച്ച് മോരിലരച്ചു കൊടുക്കുമായിരുന്നു. ഇന്നും കൊടുത്തു നോക്കിയിട്ട് മാറുന്നില്ലെങ്കിൽ പറയാം നിങ്ങൾക്ക്. ഇന്ന് എത്ര രൂപ ചെലവ് വരുന്ന ഒരു ചികിത്സയാണ് നെഫ്രോട്ടിക് സിൻഡ്രോം. എത്ര കാലത്തെ ചികിത്സ വേണ്ടി വരുന്നതാണ്. എത്ര ശതമാനം കുട്ടികൾ ഈ രോഗം ചികിത്സിച്ചിട്ട് ഭേദമായി പൂർണ്ണമായി പുറത്തു വന്നിട്ടുണ്ട്. എത്ര പേർ ചികിത്സയ്ക്ക് വിധേയമായി കഴിഞ്ഞ് കംപ്ലീറ്റ് റീനൽ ഫെയിലുവറിലേക്ക് എത്തിയിട്ടുണ്ട്, കിഡ്നി മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ വിവര അവകാശ വഴി ഒന്ന് കണക്ക് കൂട്ടിയെടുക്കുക. പഴയ ഒരമ്മ മൂത്രമൊഴിക്കുന്നത് ആ മെഴുകിയ തറയിലാകുമ്പോൾ അവിടെ വെളുത്ത് കിടക്കുന്ന ഊറൽ കണ്ട് ആ ഊറലിന് വെള്ള പൂവുള്ള ചെമ്പരത്തിയുടെ 5 പൂവ് മോരിലരച്ചു കൊടുക്കുമ്പോൾ മാറിയെങ്കിൽ ആ അമ്മ ചെന്ന് നല്ല ശതാവരിക്കിഴങ്ങ് ചോട്ടിൽ നിന്ന് പറിച്ച് കടയിൽ നിന്ന് വാങ്ങരുതേ. കാരണം കുറേ നാളായി പറിച്ചിട്ട് ചീഞ്ഞതൊക്കെ ആയിരിക്കും, കുട്ടി ഛർദ്ദിക്കും. പിന്നെ ആയുർവേദം ഛർദ്ദിക്കുന്നു എന്നാണ് നിങ്ങൾ പറയുക. നല്ല രുചിയുള്ള പദാർത്ഥമാണ്. ശതാവരി കിഴങ്ങ് പറിച്ചു കൊണ്ടുവന്ന് നാരും മൊരിയും കളഞ്ഞ് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് ആ നീരിൽ മുത്താറി, റാഗി അല്ലെങ്കിൽ പഞ്ഞപ്പുല്ല്, ഏതാ നിങ്ങളുടെ നാട്ടിലെ ഭാഷ? പഞ്ഞപ്പുല്ല്. ആ പഞ്ഞപ്പുല്ല് നല്ല ചട്ടിയിൽ മലരാക്കും. ഇപ്പോൾ ഉള്ള അമ്മമാർ മലരാക്കാൻ പഞ്ഞപ്പുല്ലിട്ടാൽ മലരുകയില കേട്ടോ. അതിനൊരു ചെറിയ അറിവ് വേണം. പുതുക്കലത്തിൽ അടുപ്പൽ കലം വെച്ചിട്ട് തീ കത്തി അത് പൊള്ളിക്കഴിയുമ്പോൾ കുറേശ്ശെ വാരിയിട്ടാൽ മലർന്നു വരും. അതിൻ്റെ കൂടെ പിന്നെ വാരിയിട്ടാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് മലരാകുന്നത് മാറ്റണം. എന്നിട്ട് പൊടിച്ച് അരിച്ചതിൻ്റെ കൊന്ത് കളയണം. ആ കൊന്ത് കളഞ്ഞിട്ട് ആ പൊടി ശതാവരി കിഴങ്ങിൻ്റെ നീര് അടുപ്പത്ത് വെച്ച് തിളച്ചു വരുമ്പോൾ അല്പാൽപ്പം ഇട്ട് പഞ്ചസാര ചേർത്ത് നല്ല പായസം ഉണ്ടാക്കി കുഞ്ഞിന് കോരിക്കൊടുത്താൽ ഒരാഴ്ച കൊണ്ട് മാറും. ഒറ്റയാഴ്ച. ഇത് ശതാവരി കിഴങ്ങ് പറിക്കാൻ പോകണം. മറ്റത് ചെമ്പരത്തിപ്പൂ വെളുത്തത് കിട്ടാൻ മുറ്റത്തില്ല. വീട്ടുമുറ്റത്തൊരു തെങ്ങേ നിൽപ്പുള്ളൂ എങ്കിൽ ആ തെങ്ങിൻ്റെ ഇളം മടൽ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ചെറുതായി അരിഞ്ഞ് വാട്ടിപ്പിഴിഞ്ഞ നീരെടുത്ത് അല്പം ജീരകം വറുത്തു പൊടിച്ചിട്ട് കൽക്കണ്ടം ചേർത്ത് കൊടുത്താൽ ഒരാഴ്ച കൊണ്ട് മാറും. ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടാണല്ലോ. പറമ്പി നിൽക്കുന്നത് ആകെയുള്ളത് ഒരു അത്തിമരമേ ഉള്ളൂ എങ്കിൽ അത്തിയുടെ തളിരെടുത്തുകൊണ്ട് നരച്ചു കൊടുത്താൽ 3 ദിവസം കൊണ്ട് മാറും. ഇതൊക്കെ നിങ്ങൾക്ക് ഇന്നും പരീക്ഷിക്കാം. കുറ്റമറ്റതാണോ നോക്കാം. എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടായോ എന്ന് അന്വേഷിക്കാം. അപ്പോൾ മൂത്രം അമ്മ നോക്കിയിരുന്നു, ആഹാരം ദഹിച്ചോ എന്ന്. ആഹാരം ദഹിച്ച് ശരീരത്തിൽ ചേർന്നാൽ കിഡ്നിയുടെ അരിപ്പയ്ക്കും ദോഷം വന്ന് ഇത് അരിച്ച് പുറത്തു വരില്ല. പക്ഷെ അമ്മയ്ക്ക് കിഡ്നി ഒന്നും അറിയില്ല. 2, അതേ അമ്മ കുട്ടിയുടെ ആഹാരം ദഹിച്ച് പുറത്തു പോകുന്ന മലം
കമ്പിനും മറ്റും തോണ്ടി നോക്കിയിരുന്നു. ചിലപ്പോൾ അത് വെള്ളത്തിലെടുത്തിട്ടിരുന്നു താന്നു കിടക്കുമോ എന്നറിയാൻ. കുട്ടി ഏന്തി വലിഞ്ഞ് നടക്കുന്നു, കാല് വലിയുന്നു. കുട്ടിക്കാലമാണ്, ബലം വരുന്നില്ല, തല നേരെ പിടിക്കുന്നില്ല. ആ അമ്മ ഉടനെ മലമെടുത്തിട്ട് നോക്കും. മലം താന്നു കിടക്കുന്നുവെങ്കിൽ മലത്തിനകത്തെ കാഠിന്യമുള്ള ലോഹസത്വങ്ങൾ കുട്ടിയുടെ ശരീരം ദഹിപ്പിക്കുന്നില്ല. നിത്യവും താന്നു കിടന്നാൽ, വല്ലപ്പോഴുമൊക്കെ താന്നു കിടക്കുന്ന വെച്ചുകൊണ്ട് തീരുമാനം എടുക്കരുതേ. എപ്പോൾ ഇട്ട് നോക്കിയാലും താന്നു കിടന്നാൽ അമ്മ അല്പം ബലാരിഷ്ടം വാങ്ങിക്കൊടുത്തിട്ട് ലാക്ഷാദി എണ്ണ വാങ്ങി തലയിലും ദേഹത്തും തേപ്പിച്ച് കഴിയുമ്പോൾ കുട്ടി ഓടി നടക്കാൻ തുടങ്ങുമായിരുന്നു. ഒരമ്മ അന്നം അഭിലാഷമുണ്ടോ കുഞ്ഞിന്? അന്നം ദഹിക്കുന്നുണ്ടോ? എങ്ങനെയാണ് കുട്ടിയുടെ മലമൂത്ര പ്രവർത്തനം? എങ്ങനെയാണ് കുട്ടിയുടെ ബലം, നിറം മുതലായവ? ത്വക്കിൻ്റെ നിറം. മസ്തിഷ്കത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ത്വക്കിൽ രോഗം ഉണ്ടാകുന്നത്. വെറും സ്ട്രെസ് ഉണ്ടായാൽ മതി, ധാരാളം താരനുണ്ടാവും. മനസ്സിലായില്ല? താരനൊക്കെ തലയിലുണ്ടാവും, സോറിയാസിസ് ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടേ കൂടും. അപ്പൊ അമ്മ ഉച്ചത്തെ കഞ്ഞിവെള്ളം എടുത്തു വെക്കും. നാളെ രാവിലത്തേക്ക് അത് കട്ടിയാവും. അത് ദേഹത്തും തലയിലും തേപ്പിച്ചു നോക്കും. അരമണിക്കൂർ കഴിഞ്ഞ് കുളിപ്പിക്കും. ഒട്ടേറെ വൈറസുകളെയും അമീബകളെയും ഒക്കെ നേരിടാൻ ഗ്ലൂക്കോസ് പഴകിയിരിക്കുന്ന ഈ കട്ടിയായ പദാർത്ഥം, അതിനകത്ത് രൂപാന്തരപ്പെടുന്ന ബാക്ടീരിയ വളരെ ഫലപ്രദമാണെന്ന് ഒരമ്മ കണ്ടുപിടിച്ചിരിക്കുന്നു. പഴയത് അവർ നിത്യവും ഉപയോഗിക്കുന്നു, അയൽവക്കംകാർ ഉപയോഗിക്കുന്നു, നാട്ടുകാർ ഉപയോഗിക്കുന്നു. ഒരു ഹിംസയുമില്ലാതെ നിങ്ങളൊരു ഷാമ്പൂ തലയിൽ തേക്കുമ്പോൾ 100 കുരങ്ങും 100 മുയലും അതിൻ്റെ പേരിൽ ചത്ത്, നിങ്ങൾക്ക് ആഹാരമായിട്ടല്ല, നിങ്ങൾക്ക് ഈ ഷാമ്പൂ തരാൻ വേണ്ടി അവയെ കൊന്നിട്ടാണ് നിങ്ങളത് തേക്കുന്നതെങ്കിൽ അവയുടെ എല്ലാം ജീവൻ പോയതിൻ്റെ വേദന ആ ഷാമ്പൂവിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഷാമ്പൂ തലയിൽ തേക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുമോ, കണ്ണിന് കേടുവരുത്തുമോ എന്നറിയാൻ അത്തരം പദാർത്ഥങ്ങൾ ഉണ്ടാക്കുമ്പോൾ മുയലിൻ്റെ കണ്ണിലാണ് ആദ്യം ഉറ്റിക്കുന്നത്. കണ്ണ് പോകുന്നവരെ എത്ര കോൺസെൻട്രേഷനിൽ. ഹിംസാലോലുപങ്ങളായ പരീക്ഷണങ്ങളാണ് ഈ രംഗത്ത് നടക്കുന്നത്. അത്രയും ഈ പരീക്ഷണമില്ലാതെ പ്രകൃതിയുമായുള്ള ബന്ധത്തിൽ നിന്ന് അമ്മ കണ്ടുപിടിച്ചുവെങ്കിൽ, ആ കണ്ടുപിടിക്കാനുള്ള അറിവ് അമ്മ എവിടെ നിന്നാണ് നേടിയത്? ഒരു കുഞ്ഞിന് പൊക്കമില്ല, ഡ്വാർഫാണ് കുഞ്ഞ്. വഴിവക്കിൽ നിൽക്കുന്ന പേരാലിൻ്റെ വേരിങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അമ്മയൊന്ന് നോക്കി, ഇന്നത്തെ വളർച്ച അളവ് വെച്ചിട്ട് പോന്നാൽ നാളത്തേക്കത് കൂടുതൽ വളരും. അതിൽ ഗ്രോത്ത് ഹോർമോൺ ഉണ്ടെന്ന് ആധുനികൻ കണ്ടെത്തുന്ന പോലെ ഗ്രോത്ത് ഹോർമോൺ എന്താണെന്നൊന്നും അമ്മയ്ക്കറിയില്ല. അമ്മയത് കണ്ടിച്ചുകൊണ്ടെന്ന് കഷായം വെച്ച് കുഞ്ഞിന് കൊടുത്തു. 2 ഇഞ്ച് 2 ദിവസം കൊണ്ട് കൂടി. അമ്മ അടുത്തുള്ളവളോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് പൊക്കം കൂടിയത് ഇതുകൊണ്ടാണ്, നീയും കൊടുത്തു നോക്കും.
അനേക നൂറ്റാണ്ടുകളിലൂടെ പ്രകൃതിയിൽ കാണുന്ന വസ്തുക്കളെ നോക്കി തലമുടി വളരുന്നില്ല. പനയുടെ കൊല കണ്ടു, അതിൻ്റെ വളർച്ച വേഗമാണ്. പേരാലിൻ്റെ വിടുവേർ കണ്ടു, വേഗമാണ്. വളരെ വലിയ വേനൽക്കാലത്ത് പാറപ്പുറത്ത് പോലും വളരുന്നതാണ് കറ്റാർ വാഴ. വേനല് വളരെ കടുകട്ടിയായാൽ പടർന്നു പന്തലിക്കുന്നതാണ് വള്ളി ഒഴിഞ്ഞ. ഇതിലേതെങ്കിലും എടുത്തു, ചിലത് യോജിപ്പിച്ചു, എല്ലാം എടുത്തു. അതുകൊണ്ട് എണ്ണ കാച്ചി ഒന്ന് തലയിൽ തേച്ചു. അകത്ത് കഴിച്ചില്ല, തലയിൽ തേച്ചു. നെല്ലിക്കയും എള്ളും ശർക്കരയും 12 വയസ്സുള്ള കുഞ്ഞിന് നര കണ്ടപ്പോൾ ഇടിച്ചുകൂട്ടി വെച്ച് അകത്ത് കഴിക്കാൻ കൊടുത്തു. നെല്ലിക്ക എണ്ണ കാച്ചി തേപ്പിക്കുകയും ചെയ്തു. നര മാറി. എന്നൊരമ്മ എങ്ങനെയാണ് ഗവേഷണം ചെയ്ത് കണ്ടെത്തിയത്? അങ്ങനെ കണ്ടെത്തിയ അമ്മമാർ എഴുതി വെച്ച നുറുങ്ങുകൾ നിങ്ങൾക്കിന്ന് റേഡിയോ മാംഗോയിൽ അല്പാൽപമായി കിട്ടാം. പക്ഷെ എങ്ങനെയാണ് അവർ കണ്ടെത്തിയത്? നിങ്ങളുടെ ആരോഗ്യശാസ്ത്ര മാസികകളിൽ കിട്ടാം. എങ്ങനെയാണ് അവർ കണ്ടെത്തിയത്? പഴയ വീടുകളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ, ഞാൻ മുമ്പ് പറഞ്ഞ 2 മുറിയും അടുക്കളയുമുള്ള വീട്ടിൽ 3 അടുപ്പുകല്ലുകൾക്കുമേൽ 10 ഇടങ്ങഴിയും 12 ഇടങ്ങഴിയും അരി വേവിച്ചത് മൺകലങ്ങളിലാണ്. അതിഥികൾക്ക് വരുമ്പോൾ വെള്ളം കൊടുത്തതും വീട്ടിലുള്ളവർ വെള്ളം കുടിച്ചതും ഗ്ലാസ് ടംബ്ലറുകളിലാണ്. ഒരു ഗ്ലാസ് ടംബ്ലറിൽ ഒരു നാരങ്ങ പിഴിഞ്ഞ് കുടിച്ചിട്ട് അതിലേക്കൊരു ചൂട് കാപ്പിയോ ചായയോ ഒരു ചൂടുവെള്ളമോ എടുത്താൽ മറ്റൊരു പ്രകോപനവും ഇല്ലാതെ പൊട്ടും. ഒരു പ്രകോപനവും വേണ്ട. ഒരു നാരങ്ങ പിഴിഞ്ഞ് കുടിച്ചിട്ട് തിളച്ച വെള്ളം ഒഴിച്ചാൽ വിണ്ടുപോകും. ആ ഗ്ലാസ് ടംബ്ലറിൽ ചിലർക്ക് നാരങ്ങ വെള്ളം കൊടുക്കണം, ചിലർക്ക് ചായ, ചിലർക്ക് കാപ്പി, മാറി മാറിയൊക്കെ എടുക്കണം. ഇന്നത്തേക്കാൾ പിള്ളേരെല്ലാം വീടുകളിലാണ്. 4-5 എണ്ണമെങ്കിലും ചെറുപ്രായത്തിൽ വീട്ടിൽ ഓടി നടക്കാനുണ്ടാവും. അടുക്കളയിലുമെല്ലാം ഓടും. കല്ല് പെറുക്കി എറിയും. മച്ചിങ്ങ, വെച്ചിങ്ങ എന്നാണ് നിങ്ങൾ പറയുക അല്ലേ? വെള്ളയ്ക്ക. അത് പെറുക്കി എറിയും. പാത്രം തട്ടി ഉടയ്ക്കും. അങ്ങനെയുള്ളിടത്ത് മൺകലങ്ങളും കൽച്ചട്ടികളും മൺചട്ടികളും മൺകുടങ്ങളും അവലംബമാക്കി ഒരു സ്ത്രീ. കോൺട്രാക്റ്റ് പണിയില്ല. രാവിലെ കാപ്പിയും പലഹാരവും പണിക്കാർക്ക് കൊടുക്കണം, ഉച്ചയ്ക്ക് ചോറും കറിയും കൊടുക്കണം, 4 മണിക്ക് ചായ കൊടുക്കണം. വീട്ടിലുള്ള പുരുഷന്മാർക്ക് ആഹാരം പലതരത്തിൽ വെച്ചു കൊടുക്കണം. പച്ചക്കറി കടകളില്ല, പോയി വാങ്ങിച്ചുകൊണ്ട് വരാൻ. പറമ്പിൽ നിന്ന് താളും തകരയും ചക്കയും മാങ്ങയും പറിച്ചു വേണം ഉണ്ടാക്കാൻ. ഇത്തരം പദാർത്ഥങ്ങൾ പറിച്ച് രാവിലെ കാപ്പിയും പലഹാരവും ഉച്ചയ്ക്ക് ചോറും കറിയും 4 മണിക്ക് ചായയും ഈ പൊട്ടുന്ന പാത്രങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു സന്യാസിക്കും ഒരു മതത്തിൻ്റെ ധ്യാനം നടത്തുന്ന ധ്യാന ഗുരുവിനും ഒരു വിദ്യാഭ്യാസം നേടിയ സ്ത്രീക്കും കിട്ടാത്ത ഒരു ഏകാഗ്രത ഒരു കുടുംബിനിക്ക് കിട്ടും. അവളുടെ കൈയും കാലും, അവളുടെ കണ്ണും മൂക്കും, അവളുടെ ബ്രെയിനും എല്ലാം കർമ്മത്തിൽ ഏകാഗ്രമാകുന്ന ഒരു നിമിഷത്തിൽ ഈ പ്രപഞ്ച വിസ്തൃതി മുഴുവൻ ചുരുങ്ങി അവളുടെ മനസ്സിലെത്തും. അടുക്കളയിൽ ഇരുന്നു കൊണ്ട് അവൾ ഭർത്താവിൻ്റെ നീക്കങ്ങളെ അറിയും, അയൽപക്കക്കാരൻ്റെ തീരുമാനങ്ങളെ അറിയും. പഠിക്കാൻ പോകുന്ന കുട്ടിയുടെ കുസൃതികളെ അറിയും. തൻ്റെ മക്കളിൽ ഒരെണ്ണം തെറ്റ് ചെയ്താൽ അത് തിരിച്ചറിയും. തൻ്റെ കുഞ്ഞിനൊരു രോഗം വന്നാൽ രോഗത്തിൻ്റെ മൗലികമായ കാര്യങ്ങൾ അറിയും. ഒരു കുഞ്ഞിന് പനി വന്നു, വെള്ളം കോരാൻ പോയി വെള്ളവും കോരി കൊണ്ടുവന്ന അവൾ പനിച്ചു കിടക്കുന്ന കുഞ്ഞിനെ കണ്ടു. സ്കൂളിൽ പോകണം, നാളെ പരീക്ഷയാണ്.
കുഞ്ഞിൻ്റെ അടുക്ക ചെന്നു, സമാധാനിപ്പിച്ചു. സാരമില്ല മോനെ, പേടിക്കൊന്നും വേണ്ട. ഒരു കട്ടൻ കാപ്പി തിളപ്പിച്ചു. 2 മൊരിച്ച റൊട്ടി വാങ്ങിക്കൊണ്ടുവന്നു. അത് കട്ടൻ കാപ്പിയിൽ മുക്കി തീറ്റി. കമ്പിളി പുതപ്പിച്ച് അവിടെ കിടത്തി. കമ്പിളി പുതപ്പിച്ച് തണുത്തതൊന്നും തൊടണ്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നല്ല പൊടിയരി എടുത്ത് നന്നായി വേവിച്ച് കഞ്ഞി വെച്ചു. എന്നിട്ടവൾ ആ പൊടിയരി കഞ്ഞി നല്ല പഴുത്ത പ്ലാവില കുത്തി കോരിക്കൊടുത്തു. കുഞ്ഞൊന്ന് വേർത്തു. കമ്പിളി പുതപ്പിച്ച് കിടത്തിയിട്ട് പറഞ്ഞു, മോനെ, ആഹാരം മുഴുവൻ ഉണ്ടാക്കിയിട്ടില്ല, അമ്മ പോട്ടെ. തിരിച്ചു വരുമ്പോഴേക്ക് മോൻ്റെ പനി പോകും. സംശയം വേണ്ട, നാളെ നീ സ്കൂളിൽ പോകും. അവളുടെ തീരുമാനത്തിന് മുമ്പിൽ പനി ഒതുങ്ങി നിന്നു എന്നറിയുന്ന, അനുഭവിച്ച എത്ര പ്രായമായവർ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് നിങ്ങൾ തന്നെ ഇരുന്ന് ആലോചിച്ചു കൊള്ളുക. വെറും ചൂട് കഞ്ഞി, ഒരു മുളകിൻ്റെ അരി തല്ലിക്കളഞ്ഞ് ചുട്ടുപൊട്ടിച്ചതും ഒരു പ്ലാവിലയിൽ കോരിത്തന്ന് പനിയെ നാടുകിടത്തിയെങ്കിൽ, ഏത് പേരിലായാലും ആ പനി മാറിയെങ്കിൽ, ഇന്നൊരു പനി മാറാൻ എത്ര പണിയാണ്. തണുത്ത വെള്ളം തൊടാതെ ചൂട് കാപ്പി കൊടുത്ത്, ചൂട് കഞ്ഞി കൊടുത്ത്, ശരീരം ചൂടാകാനുള്ള കമ്പിളി പുതപ്പിച്ച് പനിയെ മാറ്റിയെങ്കിൽ, ഇന്ന് പനി വന്നാൽ തണുപ്പിക്കാനുള്ള ഐസ് ഉപ്പ് ചേർത്ത് പഞ്ഞിമുക്കി നെറ്റിയിൽ വെച്ച് ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ പനി പോകുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ ഏതാണ് ശാസ്ത്രം? എന്താണ് പനിയുടെ തത്വശാസ്ത്രം? നമുക്ക് ആദ്യം ആ വല്യമ്മയുടെ അടുക്ക പോവാം. അവരോട് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഇന്നും ചെന്ന് പ്രായമായവരുണ്ട്, ചോദിക്കൂ, മോനെ, പനി വരുന്നത് ശരീരത്തിൻ്റെ പ്രവർത്തനശേഷി കുറയുമ്പോൾ, പ്രാണന്റെ ഓട്ടം നിലയ്ക്കാൻ തുടങ്ങുമ്പോൾ ചൂട് ശരീരത്തിന് കുറയും. അപ്പോൾ കൃത്രിമമായി ആന്തരികമായ ചൂട് പുറത്തേക്ക് വന്ന് ചൂടാക്കാൻ ശ്രമിക്കുന്നതാണ് നിന്റെ പനി എന്നാണ് വല്യമ്മ പറയുന്നതെങ്കിൽ, അതിന് ചൂട് കൊടുത്താൽ ചൂടാകുമെങ്കിൽ പനി വേഗം പോകുമെന്നാണ് വല്യമ്മയുടെ അഭിപ്രായമെങ്കിൽ, വൈദ്യശാസ്ത്രത്തിന്റെ സൈദ്ധാന്തിക ജ്ഞാനം വല്യമ്മയുടേത് പരിശോധിച്ച് നോക്കേണ്ടതാണ്. ശരിയേത് തെറ്റേത് നിങ്ങൾ പിന്നെ ചിന്തിക്കുക. ഓരോ കോശത്തിൻ്റെയും അകത്ത് ഊർജത്തിന്റെ ഗതീയത നിലനിർത്തുവാൻ ശ്രമിക്കുമ്പോൾ, ഗതീയ ഊർജത്തിന്റെ, കൈനറ്റിക് എനർജിയുടെ, അതിന് ശോഷണം വരുമ്പോൾ, കൃത്രിമമായി താപനിലയെ വർദ്ധിപ്പിക്കുമ്പോൾ, ആ താപത്തെ കൊടുത്ത് രക്ഷിക്കുകയാണ് വേണ്ടത് എന്ന് വിശ്വസിച്ച അറിവില്ലാത്ത അവരുടെ അറിവ് അന്ന് പനിയെ കളഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ കളഞ്ഞു? അവർ തണുത്തതൊന്നും തന്നില്ല, ഐസ് വാരി പൊത്തിയില്ല. അവരുടെ പരീക്ഷണങ്ങൾ കാലാകാലങ്ങളിലായി മക്കൾക്ക് പ്രയോജനം വന്നിട്ടും ചോദ്യം ചെയ്യപ്പെട്ടുമില്ല. നിങ്ങൾ വിദ്യാഭ്യാസം നേടുന്നത് വരെ. അപ്പൊ ആ സൈദ്ധാന്തികത അവരെവിടെ നിന്ന് പഠിച്ചു? അവിടെയാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് വല്ലാത്തൊരു ഏകാഗ്രതയുണ്ടായിരുന്നു. ജീവിതത്തിലുടനീളം വല്ലാത്തൊരു മാനസികാരോഗ്യമുണ്ടായിരുന്നു. ആരോഗ്യമുള്ള മനസ്സുള്ളവനാണ് ആരോഗ്യം കൊടുക്കാനും ആരോഗ്യം നേടാനും കഴിയുക.
നമ്മുടെ ആരോഗ്യ രംഗം ആരോഗ്യമുള്ള മനസ്സുകളാൽ നിറഞ്ഞതാണോ? നമ്മുടെ മതരംഗം ആരോഗ്യമുള്ള മനസ്സുകളാൽ നിറഞ്ഞതാണോ? നമ്മുടെ സാമൂഹിക രംഗങ്ങൾ, നമ്മുടെ സാംസ്കാരിക രംഗങ്ങൾ, ഇവയൊക്കെ ആരോഗ്യമുള്ള മനസ്സിന്റെ രംഗങ്ങളാണോ? ആണ് എങ്കിൽ മാറ്റം ആവശ്യമില്ല. അല്ലെങ്കിൽ ഈ അമ്മമാർ കണ്ടെത്തിയ പോലുള്ളൊരു മാറ്റം അനിവാര്യമാണ്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഒരു മൺകലമാണ് അവർ അരിവെക്കാൻ ഉപയോഗിച്ചത്. മൺകലത്തിൽ അവർ അരിവെച്ചു. രാവിലെ വെച്ച അരിയാണ്. ചോറുണ്ടു എല്ലാവരും. ഉച്ചയ്ക്ക് ആ ചോറ് വീണ്ടും ആ കലത്തിൽ നിന്ന് വേറെ ചോറ് ഉച്ചയ്ക്ക് വാരി കൊടുത്തു, ഉണ്ടു. പല വീടുകളിലും ചോറ് മാത്രമായിരിക്കും 3 നേരം. 4 മണിക്കും കുട്ടികൾക്ക് ചോറ് കൊടുത്തു. അതിൽ നിന്ന് രാത്രിയിലും ഉണ്ടു. ഉണ്ടവർ നിങ്ങളുടെ ഇടയിലുണ്ടാവും. അത് കയ്യിൽ ഒട്ടിയിരുന്നോ? പിഴുകിയിരുന്നോ? അതിലെ ജലത്തിന് മണം വന്നിരുന്നോ? അതിൽ ജലം ഉണ്ടായിരുന്നോ? എനിക്ക് തോന്നുന്നത് ചോറ് വരണ്ടിരുന്നിരുന്നു. മൺകലം പോറസുള്ളതായതുകൊണ്ട് അതിലെ ജലാംശമെല്ലാം ആ പോർസുകൾ വഴി വലിച്ചെടുത്ത് മാറ്റിയിരുന്നതിനാൽ വരണ്ടിരുന്ന ചോറുകൾ ബാക്ടീരിയകളാലോ ഫംഗസുകളാലോ അമീബകളാലോ ആവൃതമായിരുന്നില്ല. ഇന്ന് നിങ്ങൾ സ്റ്റീൽ ഉപയോഗിക്കുന്നു, ഹിൻഡാലിയം ഉപയോഗിക്കുന്നു, നോളിയം ഉപയോഗിക്കുന്നു, അലൂമിനിയം ഉപയോഗിക്കുന്നു. എളുപ്പം വളരെ ഉണ്ടെന്ന് ഞാനും സമ്മതിക്കുന്നു. പൊട്ടുകേല. തീക്ക് ലാഭമുണ്ടെന്ന് ഞാനും സമ്മതിക്കുന്നു. ഇന്ധന ലാഭം. രാവിലെ അലുമിനിയം പാത്രത്തിൽ ചോറ് വെച്ച് അടച്ചിട്ട് പോകുന്നു. ഉച്ചയ്ക്ക് അതിൽ നിന്നുണ്ണുന്നു. ഇന്ന് പുതിയ വീടുകളിൽ റിമ്മുള്ള ക്ലോസറ്റുകളും കൂടെ ഉണ്ടാവും. ഇന്ന് വീട്ടിൽ ചെന്നാൽ നോക്കുക, നിങ്ങളുടെ അടുക്കളയോട് ചേർന്നുള്ള ക്ലോസറ്റ്, യൂറോപ്യനോ ഇന്ത്യനോ ഇൻഡോ യൂറോപ്യനോ, അവ റിമ്മുള്ളതാണ്. റിമ്മെന്ന് പറഞ്ഞാൽ ഒരു വക്കുണ്ട്. അതിനകത്തേക്ക് ബ്രഷ് കയറുകയില്ല, അതിനകത്തേക്ക് വേറൊരു സാധനവും കടക്കുകയില്ല. നിങ്ങൾ മലം വിസർജിക്കുമ്പോൾ അത് സ്ലാഷ് ചെയ്ത് അതിൻ്റെ ഇടയിലേക്ക് കയറും. എല്ലാത്തിനും ഫ്ലഷ് ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ കേരളീയരായതുകൊണ്ട് ടച്ച് സോഫ്റ്റ് അല്ലാത്തത് കൊണ്ട് 2 ദിവസം കൊണ്ട് ഫ്ലഷ് ഔട്ട്. ഫ്ലഷ് ഉണ്ടെങ്കിൽ തന്നെ അവയ്ക്കിടയിൽ കൂറ കൂട് വെക്കും, പാറ്റ. അതറിയാൻ രാവിലെ 8 മണിയാകുമ്പോഴേക്ക് ഭാര്യയും ഭർത്താവും എല്ലാം കക്കൂസി പോയിട്ട് പുറത്തു പോകും. തിരിച്ചു വന്ന് അത്യാവശ്യത്തിന് ഒരു 10 മണിക്കൊന്ന് കക്കൂസി പോയി നോക്കണം. ഫ്ലഷ് ഓൺ ചെയ്താൽ ഒരുപാട് കൂറ അതിലേക്ക് വീഴുന്ന കാണാം. കാരണം അതിന് ഒരു ബയോ ക്ലോക്ക് ഉണ്ട്. ഇത്ര മണിക്ക് എല്ലാവരും പോയി, ഇനി അതിലെ വിലസാവുന്നു. നിങ്ങളതൊന്ന് തെറ്റിയാൽ അതിൻ്റെ ബയോ ക്ലോക്ക് തെറ്റും, താഴെ വീഴും ഫ്ലഷ് അടിക്കുമ്പോൾ. ഇതൊക്കെ പരീക്ഷിച്ച് നോക്കാൻ ഞാൻ പറയുന്നത്. ഒരെണ്ണം തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയുകയും ചെയ്യാം. അവിടെ നിന്ന് ആ കൂറ അതിനകത്ത് മലത്തിൻ്റെയും മൂത്രത്തിൻ്റെയും എല്ലാം അംശവും തിന്ന് അതിൻ്റെ കാലുകളിലെല്ലാം ഒരുപാട് തരം രോഗാണുക്കളെയും വഹിച്ച് അവിടെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ രാവിലെ അരി വെച്ച് അലുമിനിയം കലത്തിലൊരു അടപ്പും ഇട്ട് ആ അടപ്പിന് സൈഡിലൊരു തവി വെച്ച് പൊക്കി വെച്ച് ആവി പോകാൻ വെച്ച് നിങ്ങൾ പോകുന്നത്, സീരിയൽ കാണാനോ പുറത്തേക്കോ പോകുന്നത്. ആ ക്ലോസറ്റിൻ്റെ അവിടെ നിന്ന് ഭിത്തിയുടെ അരികു വഴി അല്പം പോലും പൊടിയില്ലാത്തൊരു പാതയുണ്ടോ എന്ന് നോക്കുക. അവിടുത്തെ മാർബിൾ അല്പം തേഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. സ്ഥിരമായി ഇവൻ യാത്ര ചെയ്തതാണ്. നേരെ എത്തുന്നത് നിങ്ങളുടെ അടുക്കളയിലാണ്. ഇവിടെ നിന്ന് വന്ന് അതേലെല്ലാം കയറി ആ മാംസത്തിലും മത്സ്യത്തിലും ഒക്കെ കയറി അവിടെ പാചകം ചെയ്ത് വെച്ചിരിക്കുന്ന ചോറിലും കറിയിലും കയറി കാല് വെച്ച് കഴിയുമ്പോൾ വിദ്യാസമ്പന്നരായ നിങ്ങൾ എത്ര രോഗങ്ങളെ വാങ്ങിച്ചു കൂട്ടുന്നു. വ്യാധിക്ഷമത്വ ബലവും വ്യാധി പ്രതിബന്ധകത്വ ബലവുമില്ലാതെ ഇന്നലെ അവയോടൊപ്പം ജീവിക്കുകയും
അവ വരുത്തുന്ന രോഗങ്ങളെ ഒന്നും സ്വീകരിക്കാതിരിക്കുകയും അവ രോഗങ്ങളായി വന്നാൽ തന്നെ തന്നോട് ഏറ്റുമുട്ടാൻ പറ്റാത്ത വിധത്തിൽ വ്യാധി ക്ഷമത്വബലമുള്ളവരായി തീരുകയും ചെയ്ത തലമുറകൾ. രോഗം വരാതിരിക്കാനുള്ള ബലം വ്യാധി പ്രതിബന്ധകത്വ ബലമാണ്, പ്രതിരോധ ശക്തി, ഇമ്മ്യൂണിറ്റി. രോഗം വന്നാൽ അത് തന്നെ ഉപദ്രവിക്കാതെ ആ രോഗ കാരണങ്ങളെ തന്നിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന ശക്തിവിശേഷത്തെയാണ് വ്യാധി ക്ഷമത്വ ബലം എന്ന് പറയുന്നത്. ഇത് വളരെ അപകടമുള്ള ഒരു സാധനമാണ്. പഠിക്കുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള ഒരു സ്ത്രീ, അവളെ പരിശോധിച്ചപ്പോൾ ബി ഉണ്ട്, ഭർത്താവിനില്ല. HIV ഭാര്യയ്ക്കില്ല, ഭർത്താവിനുണ്ട്, സ്ഥിരമായി ബന്ധപ്പെട്ടിട്ട്. കാരണം ആ വൈറസ് അവളുടെ ശരീരത്തിലിരുന്നാൽ രോഗമായി പുറത്തേക്ക് വരില്ല. ആദ്യത്തെ വിവാഹം കഴിഞ്ഞു, അയാൾക്ക് HIV ആണെന്ന് പറഞ്ഞ് മരിച്ചു. അവളെ കൊണ്ടുപോയി പരിശോധിച്ചു, HIV ഇല്ല. മറ്റൊരാളെ വിവാഹം കഴിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളും മരിച്ചു. ദുരൂഹമായ ഈ സാഹചര്യത്തിൽ ഇവള് പുരുഷന്മാരെ കൊല്ലുന്നതാണ്, ഒരു യക്ഷിയുണ്ടെന്ന് പറഞ്ഞാൽ ഒരു മന്ത്രവാദിക്ക് കാശായി. വ്യാധി ക്ഷമത്വ ബലത്തിൻ്റെയും വ്യാധി പ്രതിബന്ധകത്വ ബലത്തിൻ്റെയും അന്തരിന്ദ്രിയ തലങ്ങളെ എങ്ങനെയാണ് പ്രാചീനയായ ഒരു അമ്മ തിരിച്ചറിഞ്ഞത്? എങ്ങനെയാണ് അവർ ജീവിതത്തിൽ അത് ആസൂത്രണം ചെയ്തത്? ആ കലത്തിനകത്ത് അരി വയ്ക്കുമ്പോൾ അതിനകത്ത് മൺകലമായതുകൊണ്ട് വെള്ളം വീണ് വൈറസും അമീബയും ബാക്ടീരിയയും രൂപാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് രാവിലെ വയ്ക്കുന്ന അരി ഉദ്യോഗസ്ഥകളായ നിങ്ങൾ തിരിച്ചെത്തി വൈകുന്നേരം കുട്ടികൾക്കും വിളമ്പിക്കൊടുത്ത് നിങ്ങളും കഴിക്കുമ്പോൾ അതിനകത്തെ പിഴുകിയ വെള്ളത്തിലും അതിനകത്ത് ഉള്ള അമീബയിലും നിങ്ങൾ പുതിയ രോഗങ്ങൾക്കുള്ള വഴി നിങ്ങളുടെ വയറ്റിലേക്ക് തേടുമ്പോൾ ഗ്യാസും അൾസറും അസിഡിറ്റിയുമായി എത്രയെത്ര രോഗങ്ങളിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നു. ചൂടുവെള്ളം ഒഴിച്ച് കഴിക്കും മക്കളെ. അരി ചോറെങ്ങനെയാ കളയുന്നത്? അമീബകൾ കോളനികളായി വളർന്നു നിൽക്കുന്ന ചോറിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ആ അമീബകൾ അതിൻ്റെ അമിനോ അമ്ലങ്ങൾ ആ ചൂടുമായി പാരിസ്ഥിതികമായി ഏറ്റുമുട്ടുമ്പോൾ ആ അമിനോ അമ്ലങ്ങൾ വിഭജിക്കുമ്പോൾ, വിഭജിച്ച അമിനോ അമ്ലങ്ങൾ ഭക്ഷണത്തോടൊപ്പം അകത്തെത്തുമ്പോൾ അവ പുതിയ ബാക്ടീരിയകൾക്ക് ഇടം നൽകുമ്പോൾ എങ്ങനെയാണ് പഴയ അമ്മ അത് വളിച്ചിരിക്കുന്നു, എടുത്ത് ദൂരക്കള, മൺകലത്തിൽ ഉണ്ടാക്കിയാൽ മതി, ഇതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർ സമ്മതിക്കും? മൺകലത്തിൽ ആഹാരം ഉണ്ടാക്കി, അതിന് മണ്ണിൻ്റെ ചെറിയ ചുവയേ ഉള്ളൂ. അലുമിനിയം പാത്രത്തിൽ ഉണ്ടാക്കി, അലുമിനിയം കലം വെള്ളമൊഴിച്ചൊരിടത്ത് വെച്ചിട്ട് വൈകുന്നേരമാകുമ്പോൾ ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഒന്ന് കൈകൊണ്ട് വടിക്കുക, വെളുത്തൊരു പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ശുദ്ധജലവുമായി വരെ അലുമിനിയം പ്രതിപ്രവർത്തിക്കും. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ അലുമിനിയം പാത്രത്തിലാണ് തൈര് കിടക്കുന്നത്. അത് തുളയും കുറച്ചു കഴിഞ്ഞാൽ തൈര് അലുമിനിയത്തോടൊപ്പം പുറത്തേക്ക് ഒഴുകും. ആ അലുമിനിയം പാത്രത്തിൽ നിങ്ങൾ പുളി, തക്കാളി മുതലായ ആസിഡുള്ള പദാർത്ഥങ്ങളും ഒട്ടേറെ ആൽക്കലൈൻ പദാർത്ഥങ്ങളും വേവിക്കുമ്പോൾ അവയുടെ എത്രയെത്ര സോൾട്ടുകൾ ഉണ്ടാവും. വെറും ശുദ്ധജലവുമായി പ്രതിപ്രവർത്തിച്ചാൽ കെമിസ്ട്രി പഠിച്ച നിങ്ങൾ അതിനകത്ത് പാചകം ചെയ്യുമ്പോൾ ആ അലുമിനിയം ഓക്സൈഡ് നിങ്ങളുടെ ഭക്ഷണത്തിൽ അകത്ത് ചെന്നാൽ അത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും. ട്യൂമർ ആക്ടിവിറ്റിയുള്ള അലുമിനിയം ഓക്സൈഡ് ട്യൂമറുകൾ ഉണ്ടാക്കും. അലുമിനിയത്തിൽ ബോർഡിൻ്റെ അലുമിനിയമാണ് ഉരുക്കി പാത്രമെങ്കിൽ ആ അലുമിനിയത്തിൽ ലെഡ് ഉണ്ടാകും. ലെഡ് നിങ്ങളുടെ ഭക്ഷണത്തോടൊപ്പം അകത്ത് ചെന്നാൽ നിശ്ചയമായും ലുക്കീമിയ ഉണ്ടാവും, അപ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാവും. പഴയ കാലത്തില്ലാത്ത രോഗങ്ങൾ ഇന്ന്
വ്യവസായത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും സംഭാവനയിൽ ഒട്ടേറെ ലഭിക്കുമ്പോൾ ഇവയ്ക്ക് മരുന്നന്വേഷിക്കുവാൻ ഡോക്ടർമാർ ഓടി നടക്കുന്നതിന് പകരം രോഗം വരാതിരിക്കുന്ന ഒരു നാളെയെ രൂപാന്തരപ്പെടുത്തുവാൻ വീട്ടിലെ അമ്മയ്ക്ക് കഴിയേണ്ടതാണ്. അലുമിനിയം തരുന്ന കണ്ടാമിനേഷൻ വളരെ നിർണായകമാണ്. 1959 നിരോധിച്ചതാണ് സ്റ്റീൽ. ക്രോമിയം പ്ലേറ്റഡ്, ക്രോമിയം ഫുഡിൽ ചെല്ലാതിരിക്കുന്നതിന് 1959 നിരോധിച്ചതാണ് സാധനം. ഡൽഹിയിൽ നിന്ന് വരുന്ന പാട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന സ്റ്റീൽ ക്രോമിയമാണ് കൂടുതലും. അവയെ അടിച്ചു പരത്തിയതാണ് നമ്മുടെ നാട്ടിലെ കടകളിൽ ഇരിക്കുന്നതിലെ അധികം സ്റ്റീൽ പാത്രങ്ങൾ. ഫുഡ് ക്വാളിറ്റി സ്റ്റീൽ മാർക്കറ്റിൽ കിട്ടാനില്ല. 100 രൂപയ്ക്കും 50 രൂപയ്ക്കും 80 രൂപയ്ക്കും പാത്രം നിങ്ങൾക്ക് വേണം. 28,000-നും 30,000-നും മൊബൈൽ വാങ്ങിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഭക്ഷണമുണ്ടാക്കാനുള്ള പാത്രവും ബാർഗെയിൻ ചെയ്യാതെ നിങ്ങൾ വാങ്ങാറില്ല. എങ്ങനെയാണ് പഴയ അമ്മ അറിഞ്ഞത് ഈ സ്റ്റീൽ അപകടകാരിയാണെന്ന്? മക്കളെ, അതിനകത്ത് പാചകം ചെയ്യണ്ട. ഒരു മാവിൻ്റെ ചോട്ടിൽ വീഴുന്ന പഴുത്ത മാങ്ങ കൊരഞ്ഞു വീണാൽ വീട്ടിലെ തള്ള ഓടിച്ചെന്നത് മേടിച്ച് ദൂരെ കളയും. മക്കളെ, അത് കഴിക്കണ്ട, കേടാ. നല്ല പഴുത്തത് അമ്മ തരാം. ഒരു മാങ്ങ നോക്കിയാൽ അതിൻ്റെ ഞെട്ട് കുഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്തു എന്ന് അമ്മയ്ക്കറിയും. അമ്മ അത് പറിച്ചു വെച്ച് പഴുപ്പിച്ചോ, പഴുത്തു വീണതെടുത്തോ, ചെത്തി മക്കൾക്ക് കൊടുക്കും. വീട്ടുമുറ്റത്തെ മാവിലെ പാകമെത്തിയ മാമ്പഴം തിന്നാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് കുട്ടിയുടെ കയ്യിൽ നിന്ന് മേടിച്ചു കൊടുത്ത് ഇതിലെ പുറത്തു പോകുന്ന ഉദ്യോഗസ്ഥകളായ അമ്മമാർ 30, 50, 40 രൂപയ്ക്ക് കിലോയ്ക്ക് വിലയുള്ളപ്പോൾ മാമ്പഴം പാകമെത്തുന്നതിന് മുമ്പ് പഴുത്തത്, കാർബൈഡ് വെച്ച് പഴുപ്പിച്ചത് വാങ്ങിക്കൊണ്ടുവരും. അത് ചെത്തിപ്പൂളി കൊടുക്കും. കുഞ്ഞ് കടിച്ചിട്ട് പുളിയാണെങ്കിൽ എടുത്തെറിഞ്ഞാൽ കുഞ്ഞിനൊരു അടിയും കൊടുത്ത മാങ്ങ മുറ്റത്തേക്ക് എറിഞ്ഞത് എടുത്തുകൊണ്ട് വന്ന് ഒന്നുകൂടെ കഴുകി അറ്റം കണ്ടിച്ച് കളഞ്ഞ് ഫ്രീസറിൽ വെച്ച പാലും അടിച്ച് ഷെയ്ക്കാക്കി ആ കുഞ്ഞിൻ്റെ ആരോഗ്യം ഷെയ്ക്കാകാൻ പാകത്തിന് കൊടുക്കും. നിങ്ങൾക്കാണോ അറിവ്? പ്രാചീനരായ അവർക്കാണോ അറിവ്? എങ്ങനെയാണിത് നിർത്തുക? ഇത് നിങ്ങളുടെ കുടുംബങ്ങളിൽ ഈ അറിവ് വന്നാലാണ് മാറ്റമുണ്ടാവുക. ഒരു കുഞ്ഞിന് വരുന്ന രോഗങ്ങളെ തിരിച്ചറിയാൻ, ഒരു പുരുഷന് വരുന്ന രോഗങ്ങളെ തിരിച്ചറിയാൻ, അതിൻ്റെ ഡയഗ്നോസിസ് ഉപകരണങ്ങളുടെ ഒന്നും സഹായമില്ലാതെ അത്യാവശ്യം മനസ്സിലാക്കാൻ, അതിനാവശ്യമായ ഔഷധങ്ങൾ തൻ്റെ ചുറ്റുവട്ടങ്ങളിൽ നിന്ന് സമാഹരിക്കാൻ എന്ന് വീട്ടമ്മമാർക്ക് കഴിയുന്നുവോ അന്ന് ആരോഗ്യം മരീചികയല്ല. അന്ന് ആരോഗ്യമൊരു സ്വപ്നമല്ല, ആരോഗ്യമൊരു യാഥാർത്ഥ്യമാണ്. 1964 അമേരിക്ക ക്യാൻസറിൻ്റെ പിടിയിൽ പൂർണ്ണമായി പെട്ടുകഴിഞ്ഞിരുന്നു. അന്ന് ഇന്ത്യ ക്യാൻസറിൻ്റെ പിടിയിൽ പെട്ടിട്ടില്ല. 1969 പ്രസിദ്ധനായ റിച്ചാർഡ് നിക്സൺ 74 ലക്ഷ്യം വെച്ച് ക്യാൻസർ ഭൂമുഖത്ത് ഇല്ലാതാക്കാൻ നമുക്ക് കഴിയണമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ഗവേഷണവും തുടങ്ങി. 1974 അമേരിക്കയുടെ 200ാം ജന്മദിനമാണ്. ലക്ഷ്യം സാക്ഷാത്കരിച്ചില്ല. ക്യാൻസർ അതിൻ്റെ കോശവിഭജനം തുടർന്നു. മറിച്ച് ഇന്ത്യയിൽ ഒരു സ്ത്രീ ബ്രസ്റ്റിൽ ഒരു ചെറിയ മുഴ കണ്ടാൽ അവളുടെ അമ്മയോട് പറയുമ്പോൾ തന്നെ, മോളെ ചുക്ക് മോരിലരച്ച് തോരത്തോരെ പരട്ട്, അതങ്ങ് വറ്റിപ്പോവും, ഇല്ലെങ്കിൽ അങ്ങ് പൊട്ടിപ്പോവും. ഇത്രയേ ഉള്ളൂ കാര്യം.
എത്ര എളുപ്പത്തിൽ കാര്യം തീർന്നു. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വരുത്തിവെക്കുന്നതാണ് സർവിക്സിലെ ക്യാൻസർ, ഈസോഫേഗസിലെ ക്യാൻസർ, വൈറൽ ക്യാൻസറാണ്. കേരളത്തിൽ മിക്കവാറും എല്ലാ വീടുകളിലും വിശേഷ അവസരങ്ങളിൽ പനയുടെ നൂറും കൂവയുടെ നൂറും ധാരാളമായി ഉപയോഗിച്ചിരുന്നു. പനയുടെ നൂറിൽ നിന്നാണ് ചൗവരി ഉണ്ടാക്കിയിരുന്നത് തന്നെ. എനിക്ക് തെറ്റിയോ? ഇല്ല. ഇപ്പൊ കപ്പയിൽ നിന്നാണ്. പണ്ട് പനയുടെ നൂറിൽ നിന്നാണ്. പെരകിട്ടുന്ന കുടപ്പന എന്ന് പറയുന്ന ഒരു പനയുണ്ട്. അതിൻ്റെ കുടം വരുന്നതിന് മുമ്പ് കുറുകൂമ്പുണ്ടാകുമ്പോൾ ആ പന വെട്ടും. പഴയ ആളുകൾ അതിടിച്ച് അതിൻ്റെ പൊടിയെടുത്തു വെക്കും. അതുകൊണ്ട് അടയുണ്ടാക്കി കഴിയും, അതുകൊണ്ട് കുറുക്കുണ്ടാക്കി കഴിയും. കൂവയുടെ നൂറെടുത്തു വെക്കും. ആ കൂവയുടെ നൂറ് ഒരു സ്പൂണും 2 പൂവൻ പഴവും 1 പിടി മുന്തിരിങ്ങയും 1 പിടി നിലമ്പരണ്ടയും 1 ടീസ്പൂൺ നിലപ്പനക്കിഴങ്ങും 2 സ്പൂൺ പഞ്ചസാരയും 2 സ്പൂൺ തേനും ഒരുമിച്ച് അരച്ച് യോജിപ്പിച്ച് സ്ത്രീകൾ കഴിക്കുമ്പോൾ പാപ്പിലോമ വൈറസും അസ്ഥിയുരുക്കവും വെള്ളപോക്കും എല്ലാം ഒറ്റയടിക്ക് മാറിയിരുന്നു. സ്ത്രീകളോട് പ്രത്യേകം അമ്മമാർ പറഞ്ഞിരുന്നു, ആർത്തവ സമയങ്ങളിലും മറ്റും ശുചിത്വം കൂടുതൽ പാലിക്കണം. നല്ല വെളുത്ത കോട്ടൺ തുണി നന്നായി പുഴുങ്ങി അലക്കി വെച്ച് ഉപയോഗിക്കണം. ഒരു നാപ്കിൻ ഉപയോഗിക്കുമ്പോൾ പ്ലാസ്റ്റിക്കിനകത്ത ബ്ലഡ് നിന്ന് വൈറൽ കോളനി തന്നെ ഉണ്ടാവും. വിവരാവകാശമുള്ള കാലമാണ്. കൊല്ലം മുതൽ തിരുവനന്തപുരം വരെ RCC 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ കൃഷ്ണൻ നായരുടെ കീഴിൽ പല ജാതിയിൽ, പല മതത്തിൽ, പല പ്രായത്തിലുള്ള സ്ത്രീകളിൽ സർവിക്സ് സ്മിയർ പരിശോധിച്ചിട്ടുണ്ട്. പാപ് സ്മിയർ 100% HPV ഉണ്ടായിരുന്നു. 100%. ഒരു സ്ത്രീയും അതിൽ നിന്ന് മോചനം നേടിയിരുന്നില്ല. HPV വൈറസ് സർവിക്സിലുള്ള ഒരു സ്ത്രീയിൽ നിന്ന് പുരുഷൻ എത്ര സ്ഥലങ്ങളിലേക്ക് ആ വൈറസ് കൊണ്ടുപോകാം? ആധുനിക ജീവിത രീതിയും കൂടെ വെച്ച്. അപ്പൊ ജീവിത രീതിയെ നാം ഇന്നത്തെ നിലയിൽ കൊണ്ടുപോയിട്ട് ആരോഗ്യമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുമോ എന്നും, വിശ്വാസത്തെ മാത്രം പിടിക്കാതെ പ്രാചീനതയിൽ എവിടെയെങ്കിലും ആരെങ്കിലും ജീവിച്ചപ്പോൾ എന്തെങ്കിലും അടിസ്ഥാനാശയം നന്മയുള്ളതുണ്ടെങ്കിൽ ടൂറിസത്തിനെന്ന് പറഞ്ഞ് സായിപ്പും മദാമ്മയും വന്ന് ഇവിടെ കറങ്ങി അത്തരം ചിന്തകൾ അവിടെ കൊണ്ടുപോയി ഇന്ത്യക്കാരായ ഗവേഷക പ്രമാണിമാരെ ഇരുത്തി ആ ഔഷധ സസ്യങ്ങളുടെ ആക്റ്റീവ് പ്രിൻസിപ്പിൾ കണ്ടെത്തി അവരതിനെ മോളിക്യുലർ ഫോമിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ആ ആക്റ്റീവ് പ്രിൻസിപ്പിളിൽ നിന്ന്, അതിൻ്റെ ആറ്റമിക് കൺസ്ട്രക്ഷനിൽ നിന്ന് വീണ്ടും ഓർഗാനിക് കെമിസ്ട്രി ഉപയോഗിച്ച് സിന്തറ്റിക് മരുന്നുകൾ കണ്ടെത്തി അവ വലിയ വിലയ്ക്ക് കൊണ്ടുപോയി തരുമ്പോൾ നിങ്ങളുടെ പ്രാചീന അറിവുകളാണ് നിങ്ങൾ ശേഖരിക്കാതെയും പഠിക്കാതെയും ഉപയോഗിക്കാതെയും വ്യാവസായികമായി രാഷ്ട്രത്തെ വളർത്താതെയും അന്യർക്ക് കൊടുത്തതും വളർത്തിയതെന്നും എങ്കിൽ അവിടെ വിദ്യാഭ്യാസം ധനച്ചെലവുള്ളതാണ്. ഇവിടെ വിദ്യാഭ്യാസം ചെലവ് കുറഞ്ഞതാണ്. അവിടെ ഔഷധങ്ങളുടെ ഉപയോഗ പാരമ്പര്യങ്ങളില്ല. ഈസ്റ്റേൺ കൾച്ചറിൽ ഇന്ത്യയിലും ചൈനയിലും ഫിലിപ്പൈൻസിലും ജപ്പാനിലും റഷ്യയിലും പ്രാചീന ജീവിതത്തിൻ്റെ അംഗതലങ്ങളിൽ 1000 ഔഷധക്കൂട്ടുകളുടെ പ്രയോഗ സവിശേഷതകൾ നൂറ്റാണ്ടുകളോളം പരീക്ഷിച്ചറിഞ്ഞ് അനുഭവിച്ചവയുണ്ട്. ഒരു കുസൃതി കൂടെ ഞാൻ ഇടയ്ക്ക് പറയാം, വേണ്ടാന്ന് വിചാരിച്ചതാണ്.
എന്നിരുന്നാലും നിങ്ങളിൽ പലരും ഒരു 10 കൊല്ലം മുമ്പ് എണ്ണ തേച്ചാൽ ആധുനികർ നിങ്ങളെ കളിയാക്കുമായിരുന്നു. ക്ഷീരബലയോ വല്ലതും എടുത്ത് 2 തുള്ളി മൂക്കിലൊഴിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് നൂറ്റാണ്ടിൻ്റെ അന്ധവിശ്വാസത്തിൽ ജീവിക്കുന്നു എന്ന് ചോദിക്കുമായിരുന്നു. കണ്ണിൽ അഞ്ജനമെഴുതിയും മൂക്കിലൊഴിച്ചും കാലിൻ്റെ വെള്ളയിൽ പുരട്ടിയും നടക്കുമ്പോൾ ഒരു സമയത്ത് ശാസ്ത്രം ഉദ്ധരിച്ചുകൊണ്ട് അത് ഉപയോഗിച്ചവരെ കളിയാക്കിയതും നിന്ദിച്ചതും നിങ്ങൾ ചെയ്യുമ്പോൾ ശാസ്ത്രമാവുകയും അവർ ചെയ്തപ്പോൾ അശാസ്ത്രീയമാവുകയും ചെയ്യുന്നുവെങ്കിൽ ഈ ടെക്നോളജിയുടെ വികാസത്തിൽ പ്രാചീനൻ ഉപയോഗിച്ച ഈ രീതിയായിരിക്കുമോ അവർക്ക് മാർഗദർശനം ചെയ്തത്? ആണെങ്കിൽ അത് വളർന്നു വന്ന രാജ്യത്തിന് അത് ധനമായി മാറ്റിയെടുക്കാൻ കഴിയാതെ വന്ന് അവന്റെ രാജ്യത്ത് വിളഞ്ഞത് അന്യരാജ്യം കൊണ്ടുപോയി ഉപയോഗിക്കുമ്പോഴെങ്കിലും നിങ്ങൾ ഉണരേണ്ട സമയമായി. നിങ്ങളുടെ കുടുംബശ്രീകൾക്കും നിങ്ങളുടെ സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങൾക്കും ഈ രംഗത്ത് നിർണായകമായ പങ്കുവഹിക്കാൻ കഴിയും. പ്രാചീനമായ അറിവുകളെ കൃത്യമായി ശോധന ചെയ്യുവാനും കൃത്യമായി അപഗ്രഥിക്കുവാനും കൃത്യമായി പഠിക്കുവാനും അവയെ കുറ്റമറ്റതായി ഉപയോഗിക്കുവാനും പറ്റിയൊരു സെല്ലുണ്ടാക്കുവാനും അവയെ പഠിപ്പിച്ചു കൊടുക്കുവാനും അവ പഠിച്ച സ്ത്രീകൾക്ക് അത് ഉപയോഗിക്കുവാൻ അവസരം നൽകുവാനും കഴിഞ്ഞാൽ NRHMന്റെ സമയത്ത് നിങ്ങളുടെ കേരളത്തിനെങ്കിലും 18 സ്റ്റേറ്റ്സ് ഒപ്പിട്ട് കഴിഞ്ഞു. ആ നിലയ്ക്ക് ഒരുപാട് NGOs ഗവൺമെന്റുകളെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ രംഗത്തേക്ക് വരാൻ കാത്തിരിക്കുമ്പോൾ നിങ്ങളുടെ ഗ്രാമങ്ങളിൽ ഗ്രാമാന്തരങ്ങളിൽ മാനവന്റെ ആരോഗ്യത്തിന് വളരെ പ്രാധാന്യം വഹിക്കാൻ കഴിയുന്ന ഒന്നാണിത്. കേരളം ഒരു പ്രത്യേകതയുള്ള സ്ഥലവും കൂടിയാണ്. ഋതു അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ വർഷകാലം എന്നത് കേരളത്തിൽ നേരത്തെയാണ്. കാലവർഷം കൊണ്ട് ഇത് കേരളത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. അത് വളരെ കൂടുതൽ മെച്ചങ്ങൾ നമുക്ക് തരുന്നെങ്കിലും വളരെയധികം രോഗങ്ങളെ തരാൻ പര്യാപ്തമാണ്. ഇനി അങ്ങോട്ട് കുറച്ചുനാൾ ആതുരത്വത്തിലേക്ക് കേരളം വഴുതി വീഴാവുന്ന സമയമാണ്. ഒന്ന്, കേരളത്തിൻ്റെ ആവാസ വ്യവസ്ഥ മുഴുവൻ തകർന്നു കഴിഞ്ഞിട്ടുണ്ട്. പഴയ ആളുകൾ ഒരു ചെടി അത് സമൃദ്ധമായി വളരുന്ന ഒരു സ്ഥലത്ത് നിന്ന് വളരില്ലാത്ത സ്ഥലത്ത് കൊണ്ട് വയ്ക്കില്ല. ഒരു ചെടി മതിയാകും ആവാസ വ്യവസ്ഥ തകർക്കാൻ. ഇന്നിനി പഠിക്കാൻ പോകുന്നതെന്നുള്ളൂ. നമ്മൾ ഫാർമക്കോഗ്നോസിയും ഫാർമക്കോളജിയും ഫാർമസിയും ഒക്കെ പഠിച്ചു വളർന്നു വരുന്നേ ഉള്ളൂ. ഭാവപ്രകാശവും രാജനിഘണ്ടുവും ധന്വന്തരി നിഘണ്ടുവും ഒക്കെ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. ചാരുചര്യയുമെല്ലാം ചെടികളെയും അവയുടെ വർഗീകരണത്തെയും കുറിച്ചുള്ള ആദ്യത്തെ ഗ്രന്ഥങ്ങൾ ലോകത്ത് എവിടെയാണ് ഉണ്ടായതെന്നും നിങ്ങൾക്ക് അന്വേഷിക്കാം. വെറും അഭിമാനം കൊണ്ട് പറയുന്നതാണോ എന്ന്. അവയുടെ കുടുംബം, അവയുടെ വർഗം, അവയുടെ ഉപഭോഗം, അതിൻ്റെ രസം, വീര്യം, വിഭാഗം, പ്രഭാവം എല്ലാം അവ എവിടെയാണ് വളരേണ്ടത്? ഏറ്റവും പ്രാചീന കാലത്തെ വൈദ്യശാസ്ത്രത്തിൽ മെഡിറ്ററേനിയനിൽ നിന്ന് നാം കൊണ്ടുവന്നിട്ടുള്ളതാണ് അക്കൽക്കറ. ഇവിടെ വളർത്തിയെടുത്തിട്ടില്ല ഇന്നും. ആസ്തമയിലും മറ്റും വളരെ കൂടുതലായി ഉപയോഗിച്ചിരുന്ന ആയുർവേദത്തിലെ വലിയൊരു ഔഷധമായ അക്കൽക്കറ ഇന്നും ഏതാണ്ട് 4000 രൂപയോളം കിലോയ്ക്ക് വില വരുന്നതാണ്. ചിലപ്പോൾ 10,000 വരെ എത്തും. നമ്മളിവിടെ വളർത്തിയിട്ടില്ല. സീഷെല്ലിൽ നിന്ന് വരുന്ന, സീഷൽ ദ്വീപിൽ നിന്ന് വരുന്ന സീഷെലിയാനിസ് എന്നറിയപ്പെടുന്ന അക്രജ കടൽ തേങ്ങ ക്യാൻസറിനുള്ള ഏറ്റവും ഫലപ്രദമായ ഔഷധങ്ങളിലൊന്നാണ്. ഇപ്പോഴേതാണ്ട് 50,000 രൂപയോളം കിലോയ്ക്ക് വില വരും. നമ്മുടെ അങ്ങാടിക്കടകളിൽ പനന്തേങ്ങയാണ് പൊട്ടിച്ചു വിൽക്കുന്നതിന് പകരം. ഹാർഡ്നെസ് അത്രയുണ്ട്.
12 കൊല്ലത്തിലൊരിക്കൽ കായ്ക്കുമെന്ന് പറയുന്നതും അതിൻ്റെ തോട് ബുദ്ധ സന്യാസിമാരും ഇന്ത്യൻ സന്യാസിമാരും ഭിക്ഷയെടുക്കുവാനുള്ള പാത്രമായി ഉപയോഗിക്കുന്നതും വെള്ളം കൊണ്ടുപോകാനുള്ള കമണ്ടലുമായി ഉപയോഗിക്കുന്നതും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് വരുന്ന തേങ്ങ കടൽ തേങ്ങ എന്ന് പറയും. ഇത് നമ്മൾ അവിടുന്ന് കൊണ്ടിരിക്കല്ലാതെ ആ തെങ്ങ് കൊണ്ടത് ഇവിടെ വെച്ചു പിടിപ്പിക്കാമെന്ന് അന്ന് ആരും ചിന്തിച്ചില്ല. അവരുടെ ദേശീയ വൃക്ഷമാണ് സീഷൽ ദ്വീപിൻ്റെ എരുമക്കള്ളി. ഇപ്പോൾ അവിടെ എവിടെയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് മെക്സിക്കൻ പ്ലാന്റാണ്. ചൈനയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ചീനപ്പാവ്. എന്താണ് പ്രാചീനരായ രാജാക്കന്മാരൊന്നും ഇവയെ അവിടെ നിന്നൊക്കെ കൊണ്ടിരിക്കല്ലാതെ നാട്ടിൽ വെച്ചുപിടിപ്പിക്കാമെന്ന് തീരുമാനിക്കാത്തത്? നമ്മുടെ ആവാസ വ്യവസ്ഥയെ താറുമാറാക്കുമെന്നറിഞ്ഞിട്ടാണ്. നമ്മളിന്ന് ആഫ്രിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ഒട്ടേറെ സ്ഥലങ്ങളിൽ നിന്നും ഒട്ടേറെ സാധനങ്ങൾ പുതുതായി ഓരോ പരിഷ്കാരത്തിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ കൊണ്ട് വെച്ച് പിടിപ്പിക്കുന്നു. സിന്തറ്റിക് റബ്ബർ കൃഷിയേക്കാൾ ലാഭത്തിൽ ഇറക്കുമതി ചെയ്യാമെന്നിരിക്കെയാണ് നാം റബ്ബറിനെ പ്രോത്സാഹിപ്പിച്ചത്. നമ്മുടെ റബ്ബർ തോട്ടങ്ങളിൽ നിന്നാണ് ഇന്ന് ഏറ്റവും മാരകമായ ഒരു രോഗം നമുക്ക് ചിക്കുൻഗുനിയ എന്ന പേരിൽ കിട്ടിയത്. നമ്മുടെ വീടുകൾക്കടുത്തുള്ള റബ്ബർ തോട്ടങ്ങളിൽ പലപ്പോഴും സാമൂഹ്യ അവബോധം പണിയെടുക്കുന്നവനും സാമൂഹിക അവബോധം മുതലാളിക്കും സാമൂഹിക അവബോധം ജനത്തിനുമില്ലാത്തത് കൊണ്ട് ആ ചിരട്ടയെങ്കിലും ഒന്ന് കമത്തി വയ്ക്കില്ല. മഴക്കാലത്ത് റബ്ബർ പാല് വീണതും അതിൽ വെള്ളം നിന്ന് പ്രത്യേകതരം ലാർവകൾ ഉണ്ടാകുന്നതുമായ അതിനെ പട്ടാളം വരണം, അല്ലെങ്കിൽ പോലീസ് വരണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി വരണം ഇത് കമത്തി വെക്കാനെന്ന് വരുന്നതിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം എത്തിയിരിക്കുന്നു. റബ്ബർ പാൽ എടുക്കാൻ അവകാശം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ അയൽവക്കക്കാരനും നമുക്കും രോഗം വരാതിരിക്കുന്ന വിധം പാലെടുത്ത് കഴിഞ്ഞാൽ, ആവശ്യം കഴിഞ്ഞാൽ അതൊന്ന് നിത്യവും കമത്തി വെക്കുവാനുള്ള മര്യാദയെങ്കിലും നമുക്കിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു റബ്ബറിന്റെ ഇടയിലും ഒരു കുറുന്തോട്ടി പോലും വളരില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പറമ്പ് മുഴുവൻ റബ്ബർ. എന്നാൽ പുറമ്പോക്കിലെങ്കിലും ഈ ഔഷധ ചെടികൾ വളർന്ന് അതിൻ്റെ വായു കൊണ്ട്, അത് ഉണ്ടാക്കുന്ന ഓക്സിജൻ കൊണ്ട്, അതുണ്ടാക്കുന്ന മറ്റ് ഭൂമിയിൽ ഉണ്ടാക്കുന്ന മറ്റ് വാക്യജനകാദികൾ കൊണ്ട് ഭൂമിയിലെയും വായുവിലെയും മലിനീകരണങ്ങളെ മാറ്റാമെന്ന് വെച്ചാൽ അവിടെ ഇനി ഒരിക്കലും ചെടി പിടിക്കില്ലാത്ത ആഫ്രിക്കൻ വാറ്റിൽ നാം വെച്ചു കഴിഞ്ഞു. പുറമ്പോക്ക് മുഴുവൻ. ഇത്തരമൊരവസ്ഥയിൽ നമ്മുടെ നാടിൻ്റെ ആവാസ വ്യവസ്ഥയെ പരിരക്ഷിച്ചിരുന്ന ബോട്ടണിയും സുവോളജിയും ഒക്കെ ഉള്ളവർ നിങ്ങളുടെ ഇടയിൽ ഇരിപ്പുണ്ട്. പഠിച്ചത് ക്ലാസ്സുകളിൽ ഇരുന്നാണെങ്കിൽ, ആ പഠിച്ച പാഠങ്ങൾ നിങ്ങൾ മറന്നുപോയിട്ടില്ലെങ്കിൽ, ആ ഗ്രന്ഥങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഇനിയും അട്ടിയായി അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മറിച്ചു നോക്കിയാൽ അത് ആവാസ വ്യവസ്ഥയിൽ ചെയ്യുന്ന മെച്ചങ്ങൾ, അതിൻ്റെ നേട്ടങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുകയും നിങ്ങളുടെ സാമൂഹ്യ പരിതസ്ഥിതിയിൽ പഠിപ്പിക്കുകയും ചെയ്തില്ലെങ്കിൽ നാളെ മാരക രോഗങ്ങളിലേക്ക് നാം പോകുന്നത്. അതിൻ്റെ വിഷബീജങ്ങൾ ഉൾക്കൊള്ളുന്ന സമയത്താണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. മഴ വരുന്നു, മാരക രോഗങ്ങൾ ഉണ്ടാകുന്നു, കൊതുകുകൾ ഉണ്ടാകുന്നു. അപ്പുറത്തെ വീട്ടിലെ റബ്ബർ തോട്ടത്തിൽ അവൻ ചിരട്ട കമത്തുകില്ലെങ്കിൽ നമ്മൾ ചെന്ന് കമത്തണം. 4 പ്രാവശ്യം ആകുമ്പോൾ ലജ്ജ തോന്നിയിട്ടെങ്കിലും അവൻ ചെയ്യും. എതിർക്കരുത്, തെറിവിളിക്കരുത്, തല്ലാൻ പോകരുത്. ഒരു സാമൂഹ്യ ബോധം കൊണ്ട് നമ്മളൊന്ന് കമത്തി വയ്ക്കാൻ പോവുക. അതാ എനിക്ക് പറഞ്ഞു തരാവുന്ന മര്യാദ. 2, നമ്മുടെ ക്ലോസറ്റുകളുടെ വെന്റ് പൈപ്പുകൾ നല്ല കൊതുകിനെ തടയുന്ന നെറ്റുകൾ കൊണ്ട് കെട്ടുക. എന്നും നോക്കുക. കൊതുക് വന്ന് നിറഞ്ഞു നിൽക്കുമ്പോൾ കാക്കയെ കുത്തിപ്പൊളിക്കും. അങ്ങനെ കൊതുകിനെ സ്വതന്ത്രമാക്കും. അതുകൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആൾ വന്നിട്ട് കെട്ടാൻ നോക്കി നിൽക്കരുത്. കോർപ്പറേഷൻ ആളെ അയച്ചിട്ട് കെട്ടാൻ നോക്കരുത്. കാരണം എന്നും ആൾ വരാൻ പറ്റില്ല. നമുക്ക് ആ പ്രതിബദ്ധതയുണ്ടാവും. കൊതുകിൻ്റെ ലാർവയ്ക്ക് അധികം ജീവിക്കാൻ പറ്റില്ല. കൊതുകിന് അധികം ആയുസ്സില്ല. അടുത്ത് കടകളുണ്ടെങ്കിൽ വേസ്റ്റായി കളയുന്ന
കാബേജ്, ഇവിടെ മുട്ടക്കൂസ് എന്ന് പറയുന്നത് കാബേജ്, അതിൻ്റെ പൊളിച്ച് കളയുന്നത് വേസ്റ്റ് ഉണ്ടാവും കടയിൽ. അത് മാത്രം മേടിച്ചുകൊണ്ട് വരിക. ഒരു ഗ്രാമത്തിലെ ആളുകൾ സംയുക്തമായി, ഒരാളായിട്ട് ചെയ്താൽ പോരാ, ഒരു ദിവസം എല്ലാവരും ചെയ്യുന്ന പണിയാവണം. ഒരു സിമൻറ്റ് തൊട്ടിയിലോ ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിലോ അവ ചതച്ചിട്ട് വെള്ളം ഒഴിക്കുക. അവ ചീഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലോസറ്റിനകത്ത് കൊതുക് മുട്ടയിടുകയില്ല, അതിനകത്തേ മുട്ടയിടുകയുള്ളൂ, പേടിക്കണ്ട. മുട്ടയിട്ട് ലാർവയായാൽ അതിനെ കമത്തിക്കളയുക, അടുത്ത ദിവസവും കലക്കി വയ്ക്കുക. ഒരു 11 ദിവസത്തിൽ കൂടുതൽ വേണ്ടി വരില്ല ആ ഗ്രാമത്തിൽ നിന്ന് കൊതുക് പോകാൻ. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. അകത്തേക്ക് കൊതുക് വരാതിരിക്കാൻ ശീമക്കൊന്നയുടെ ഇല നല്ലതാണ്, ഒന്ന് ചതച്ചു വെക്കാം. തുമ്പ നല്ലതാണ്, ഒന്ന് കെട്ടിത്തൂക്കാം. ഇങ്ങനെയൊക്കെ പഴയ പദ്ധതികൾ നോക്കുക. കഴിയുന്നത്ര നമ്മുടെ ചുറ്റുപാടുകളെ മലീമസമാക്കാതിരിക്കാൻ ശ്രമിക്കുക. സാധനം വാങ്ങാൻ പോകുമ്പോൾ പ്ലാസ്റ്റിക്കിൽ തരുന്ന കടകളിൽ നിന്ന് വാങ്ങാതിരിക്കുക. ചെറിയ പ്ലാസ്റ്റിക് കൂടിനകത്ത് ഉപ്പേരിയും റസ്കും മിക്സ്ചറും എല്ലാം ചെറുതിൽ, ഒരെണ്ണത്തിനകത്ത് മത്തിയും വേറൊരെണ്ണത്തിനകത്ത് അയലയും മറ്റൊരെണ്ണത്തിൽ മാംസവും വേറെ കുറേ എണ്ണത്തിൽ ഉരുളക്കിഴങ്ങുമെല്ലാം, ഇതെല്ലാം കൂടെ വലിയൊരെണ്ണത്തിൽ, അത്തരം വലുത് 3 എണ്ണം പിന്നെ വലുതൊരെണ്ണത്തിൽ, എന്നിട്ട് വണ്ടിയിലിട്ട് കൊണ്ടുവന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇവയൊക്കെ നിങ്ങൾ തൊടിയിലേക്ക് വലിച്ചെറിയുമ്പോൾ, ആ ഭക്ഷണത്തിൻ്റെ അംശങ്ങളുള്ളവയിൽ വെള്ളം നിറയുമ്പോൾ നിങ്ങൾക്കെതിരെയുള്ള അന്തകനായിത്തീരുന്നു എന്ന സത്യം നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളെ അറിയിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോഴെങ്കിലും അറിയുക. ഇതെല്ലാം ചുമതല മറ്റുള്ളവരെ ഏൽപ്പിക്കാതെ സ്വന്തം കർത്തവ്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് ചെയ്യാൻ പഠിക്കുക. ആ പ്ലാസ്റ്റിക് കൊട്ടകളെല്ലാം ഒന്നുകിൽ വളരെ ആഴത്തിൽ കുഴിച്ചു മൂടുക, ഇല്ലെങ്കിൽ കത്തിച്ചു കളയുക. കത്തിക്കുമ്പോൾ അതിൻ്റെ ഫ്യൂംസ് അന്തരീക്ഷത്തെ മലിനമാക്കും, തീർച്ചയാണ്. മേടിക്കാതിരിക്കുക എന്നാണ് ആദ്യം ഞാൻ പറഞ്ഞത്, പറ്റിയില്ലെങ്കിൽ. അതുപോലെ തന്നെ അവ ഇതെല്ലാം നിറച്ച് ഓടകളിലൊക്കെ ഇടാതിരിക്കുക, ഓടയിലെ വെള്ളം തടയും. ഇങ്ങനെയൊക്കെ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ചെയ്താൽ ചിക്കൻ ഗുനിയൊക്കെ തടയാൻ പറ്റും. ഉണ്ടായാൽ നേരത്തെ തുടങ്ങിക്കൊള്ളുക. ചുക്ക്, കൊത്തമല്ലി, ദേവതാരം, കിരിയാത്ത്, ഇത്തരം വൈറൽ പനികളെ ഒന്നും തടയാൻ ഇന്നാവില്ല. ലോകത്തെമ്പാടുമായി 50 കമ്പനികളാണ് വൈറസുകളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഗവേഷണം നടത്തിയിരുന്നത്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രം പോലും അതിൽപ്പെട്ടിട്ടില്ല. ആ കമ്പനികളുള്ള ദേശമായി 50 കമ്പനികൾ, കുത്തക കമ്പനികളാണ് പണ്ട് വൈറസ് നിർമ്മാർജ്ജനത്തിന് ഗവേഷണ രംഗത്തുണ്ടായിരുന്നത്. നഷ്ടം കൊണ്ടിന്ന് 5 എണ്ണം മാത്രമാവും. അമേരിക്ക, ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്ര പുരോഗതി ഉണ്ടായിരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന അമേരിക്ക ഇന്ന് ബിഗ് ബഗിൻ്റെ പിടിയിലാണ്. ഞാൻ പറയുന്നതൊക്കെ അടിവരച്ച് നിങ്ങൾക്ക് പരിശോധിക്കാം. ഇന്ന് ബിഗ് ബഗിൻ്റെ പിടിയിലാണ്. ഒരു വ്രണം പോലും ഇന്നവിടെ ഉണങ്ങുന്നില്ല. ഇവിടെയും തുടങ്ങിക്കഴിഞ്ഞു. ഡയബറ്റിക് അൾസറുമായോ മറ്റു വ്രണങ്ങളുമായോ എത്തിയാൽ ആംപ്യൂട്ടേഷൻ നിർബന്ധമാകും വിധം ഇന്ന് അണുക്കൾ പെരുകുന്നു. വൈറൽ ഹെപ്പറ്റൈറ്റിസും HBsAg, അതുപോലെ തന്നെ HCV, ചൈൽഡ് വൈറസ്, ബർ വൈറസ്, HIV ഇമ്മ്യൂണോ വൈറസ്, HPV പാപ്പിലോമ വൈറസ്, ഇതൊക്കെ ഇന്ന് പെരുകുന്നു. എന്തെല്ലാം ചെയ്താലും ഒതുങ്ങാത്ത വിധത്തിൽ മനുഷ്യനെതിരെ ഈ അണുകങ്ങൾ ശക്തമായ എതിർപ്പിൻ്റെ നിരകൾ കെട്ടിപ്പടുക്കുന്നു. മനുഷ്യനേക്കാൾ ബുദ്ധിയും മനുഷ്യനേക്കാൾ ആക്രമണ സ്വഭാവവും
മനുഷ്യന്റെ ഈ പുരോഗതിയേക്കാൾ വേഗത്തിൽ അവയ്ക്ക് കൈവന്നിരിക്കുന്നു. അവയുടെ അമിനോ അമ്ലങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നുകളെ അതിവേഗത്തിൽ അതിജീവിക്കുന്നു. ശാസ്ത്രകാരന്മാർ കണ്ണുതള്ളി നിൽക്കുന്ന ഈ സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ചുക്ക്, കൊത്തമല്ലി, ദേവതാരം, കിരിയാത്ത്, അതിൽ കിരിയാത്ത് ലിവറിനും, കാരണം നിങ്ങളുടെ IgG ഇമ്മ്യൂണിറ്റി ഡിസോർഡറിലേക്ക് നിങ്ങൾ എത്താതിരിക്കാനും, അതിലെ ചുക്ക് ഹൃദ്യമായതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ ബാധിക്കാതിരിക്കാനും ഉള്ളത് തന്നെയാണ്. പനിയെ കുറയ്ക്കുന്നതിന് ദേവതാരവും കൊത്തമല്ലിയും. അതുകൊണ്ട് ചുക്ക്, കൊത്തമല്ലി, ദേവതാരം, കിരിയാത്ത് ഇതൊരു 15 ഗ്രാം വീതം എടുക്കുക. ആകെ ഒരു 60 ഗ്രാം. പഴയ കണക്കിനൊരു 12 കഴഞ്ച്. പഴയ കണക്കിന്. പുതിയ കണക്കിന് 15 കഴഞ്ച്. 4 ഗ്രാം ഒരു കഴഞ്ചെന്നാണ് ഗവൺമെൻറ് അംഗീകരിച്ച കണക്ക്. പഴയ മാഗധ പരിമാണത്തിലൊക്കെ 5 ഗ്രാമാണ് ഒരു കഴഞ്ച്. ഇത് പഴയ വൈദ്യന്മാർ 12 കഴഞ്ചെന്ന് എഴുതും. പുതിയ ആളുകൾ 15 കഴഞ്ചെന്ന് എഴുതും. കഴഞ്ചറിയാത്ത പുത്തൻ മെട്രിക് ഇത് പഠിച്ചവർ 60 ഗ്രാം എന്ന് എഴുതും. എല്ലാം ഒന്ന് തന്നെ. ഒരു 12 ഗ്ലാസ് വെള്ളത്തിൽ വെന്ത് 1.5 ഗ്ലാസ്സാക്കി പിഴിഞ്ഞരിച്ച് 1/2 ഗ്ലാസ് വീതം 3 നേരം കഴിക്കുക. ഇത് പിടിപെടുമ്പോൾ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ഡിസോർഡറിലായാൽ, ലിവറിന് തടിപ്പ് വന്നാൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് ചിലപ്പോൾ കുറയും. സ്പ്ലീൻ ചിലപ്പോൾ എൻലാർജ്ഡ് ആവും. സ്പ്ലീൻ എൻലാർജ്ഡ് ആകുന്നു എന്ന് തോന്നിയാൽ മുരിങ്ങയുടെ വടക്കോട്ട് പോകുന്ന വേരിൻ്റെ നീര്, അതറിയാൻ എളുപ്പമുണ്ട്. പൊക്കിളിൽ തൊട്ടു നോക്കിയാൽ മതി, ചൂണ്ടി നിൽക്കും. ഇല്ലെങ്കിൽ ഒരു സ്കാൻ എടുത്ത് നോക്കിയാൽ മതി. മുരിങ്ങയുടെ വടക്കോട്ട് പോകുന്ന വേരിൻ്റെ നീര് 1 ടീസ്പൂൺ പാലിൽ കഴിച്ചാൽ മതി. അപ്പം താഴും, പിടിച്ചു കെട്ടിയ പോലെ താഴും, സംശയം വേണ്ട. ലിവർ വീർത്തിട്ടുണ്ടെങ്കിൽ, സിറോസിസ് ഉണ്ടെങ്കിൽ, ഒരു പിടി നിലം പരണ്ട, നിലം പുള്ളടി, 3 ഇലകളുള്ളത് അത് പറിച്ചു കൊണ്ടുവന്ന്, ഒരു പിടി കൊണ്ടുവന്ന് നല്ലപോലെ ചതച്ച് കിഴികെട്ടി അരിയോടൊപ്പം ഇട്ട് കഞ്ഞി വെച്ച് ആ കിഴി പിഴിഞ്ഞ് ദൂരെ കളഞ്ഞ് കഞ്ഞി കുടിച്ചാൽ മതി. മുട്ടുകൾക്കും സന്ധികൾക്കും നീര് വന്നിട്ടുണ്ടെങ്കിൽ, നറുമ്പാണലിൻ്റെയോ കുറ്റിപ്പാണലിൻ്റെയോ, നറുമ്പാണലാകുമ്പോൾ കൂടുതൽ സമയം വേണം, കുറ്റിപ്പാണലാണെങ്കിൽ വളരെ കുറച്ച് സമയം മതി. എന്ന് പറഞ്ഞാൽ എണ്ണം കുറച്ച് മതി. ഡോസ് എന്ന് പറഞ്ഞാൽ 10-15 ദിവസം കൊണ്ട് മാറും. മറ്റത് 10-20 ദിവസം വേണം. അതിൻ്റെ ഇല പിഴിഞ്ഞ നീര് അങ്ങ് കുടിച്ചാൽ മതി. മേടിച്ച് കഴിക്കാവുന്നവയിൽ പുനർനവാദി കഷായവും ഷഡ്ധരണ ചൂർണവും പാർദ്ധാരിഷ്ടവും അമൃതാരിഷ്ടവും വെട്ടുമാറൻ ഗുളികയും ധാന്വന്തരൻ ഗുളികയും ഒക്കെ ഉത്തമമാണ്. പക്ഷേ അവയിലേക്ക് പോകണ്ട, നാടൻ സാധനം കൊണ്ട് തന്നെ മാറും. ഈ വൈറൽ അറ്റാക്കിൽ നിന്നും അതല്ലാതെയും ബ്ലോക്കുകൾ ഉണ്ടാവാം. ബ്ലോക്ക് ഇന്ന് സർവ്വസാധാരണമാണ്, ഹാർട്ടിനും മറ്റും. അതിന് നിങ്ങളുടെ പാളയംകോടൻ വാഴ, അങ്ങനെയാണോ ഈ നാട്ടുകാർ പറയുക? അതിൻ്റെ ചുണ്ട്, അങ്ങനെയാണോ പറയുക? കൂമ്പ്, കൊടപ്പൻ, കൊല വന്നു കഴിഞ്ഞ ചുണ്ട്, ചുണ്ടെന്നാണോ പറയുക? കൊടപ്പൻ. അത് ഒടിക്കുമ്പോൾ ഒരു കറ വരും. ആ കറ ഒരു 15 തുള്ളി 1/2 ഔൺസ് വെള്ളത്തിൽ കഴിക്കുക. കൂടരുത് അളവ്. അളവ് കൂടിയാൽ BP ലോയാകും, നിങ്ങൾ അടിച്ചു വീഴും. 3 പേരോളം ഇപ്പോൾ ആശുപത്രിയിലുണ്ട്. പറഞ്ഞൊക്കെ വിട്ടിട്ടും അങ്ങനെ കഴിക്കരുത്, 15 തുള്ളിയേ കഴിക്കാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ 1 ചിരട്ട നീര് കിട്ടി. അപ്പോൾ നോക്കുന്ന ഡോക്ടർ പറഞ്ഞു അതൊക്കെ ചുമ്മാ പറഞ്ഞത്, അത്ര വലിയ മരുന്നൊന്നുമില്ല, കഴിച്ചോളാൻ പറഞ്ഞു. കഴിച്ചു. BP 30 കയറ്റി കിടത്തിയിട്ട് ഡോക്ടർ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇത്ര എഫക്റ്റീവാണ് എന്നറിഞ്ഞില്ല, ഇനി BP കൂടാൻ വല്ലതും ഉണ്ടോ? അങ്ങനെ വന്നാൽ വസന്ത കുസുമാകര രസം, അത് വെറ്റില നീരും തേനും ചേർത്ത് കഴിച്ചാൽ കൂടി വരും പതുക്കെ. BP ലോ ആയാൽ കൂടാൻ മരുന്നുകൾ വളരെ ക്ലിഷ്ടമാണ്. ഇല്ല, ഉപ്പ് കുടിച്ചാലും പെട്ടെന്നൊന്നും കൂടില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. 15 തുള്ളിയേ കഴിക്കാവൂ. അതൊരു 15-20 ദിവസം കഴിക്കുമ്പോൾ ബ്ലോക്ക് അലിക്കാൻ തുടങ്ങും.
ബ്ലോക്ക് തീർത്തു പോകും. 5 പൈസയുടെ മരുന്നില്ലാതെ മാറും. ബ്ലോക്ക് കൊണ്ടേ കഴിക്കാം. വളരെ ഭംഗിയായി. ഈ ചിക്കുൻ ഗുനിയ വരുമ്പോൾ ഇതെല്ലാം വരും. അനുബന്ധ രോഗങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. ലിവറിനെ പിടിക്കും, കിഡ്നിയെ പിടിക്കും. അതുപോലെ തന്നെ സന്തുക്കളിൽ മുഴുവൻ വരുന്ന സന്തുവാദമുണ്ടാവും, ആമവാദം. അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ഡിസോർഡറിലേക്ക് വഴിമാറും. ആ RA ഫാക്ടർ പോസിറ്റീവ് ആകുമെന്ന് മാത്രമല്ല, അതൊരു ഇമ്മ്യൂണിറ്റി ഡിസോർഡറായി മാറിയാൽ SLEയിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യും, സിസ്റ്റമിക് ലൂപ്പസ് എറിത്തീമറ്റോസിസിലേക്ക്. അതിലേക്ക് മാറിയാൽ നിങ്ങളുടെ കവിളിൻ്റെ 2 പാർശ്വങ്ങളിലും ചുവപ്പ് നിറത്തിലൊരു ഭാഗമുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ IgGയിൽ വലിയ മാറ്റം വരും. ANA ഓർ ANF പോസിറ്റീവ് ആകും, C പ്രോട്ടീൻ പ്രശ്നമാകും. ഇങ്ങനെ എല്ലാമുള്ള ഒരുപാട് തകരാറുകളിലേക്ക് മാറുന്നതാണ് ഇമ്മ്യൂണിറ്റി ഡിസോർഡർ. അവിടെ 2 കാര്യങ്ങളും നിങ്ങൾ ഓർക്കേണ്ടതാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും കുടുംബത്തിൽ വളരുമ്പോൾ കുടുംബത്തോട് ഒട്ടേറെ സങ്കീർണമായ ശരീരം, അച്ഛൻ്റെ ബീജം, അമ്മയുടെ അണ്ഡം, അത് ചേർന്നിട്ട് അച്ഛനും അമ്മയും ചേർന്ന് ജനിച്ച നിങ്ങൾ 10 മാസം ചന്ദ്രമാസ കണക്കിന്, 9 മാസവും 20 ദിവസവും സൂര്യമാസ കണക്കിന് അകത്ത് കിടന്നതാണ്. അത് മുഴുവൻ ആഹാരം അമ്മ ദഹിപ്പിച്ച് തരണം. വളർന്നൊരു പരുവാകാൻ അമ്മ ആഹാരം തരണം. അത്രയും കാലം കൊണ്ട് അമ്മ നിങ്ങളെ വളർത്തുകയല്ല ചെയ്തത്. അതാണ് ഇതിൻ്റെ അകത്ത് ദുര്യോഗം. നിങ്ങളുടെ അമ്മയും അച്ഛനും ബീജരൂപേണ നിങ്ങളിൽ കയറിക്കൂടുകയാണ് ചെയ്തത്. നിങ്ങളുടെ ബോധതലത്തിൽ ഒരു അച്ഛനും അമ്മയും ഇരിപ്പുണ്ട്, മറക്കാതെ മരിക്കാതെ. അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെയും ബ്രെയിൻ ഫ്രീ വില്ലുള്ളതല്ല. ഫ്രീ വില്ലിന് മനുഷ്യൻ അർഹതയില്ലാതെ വരുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. എ ജെനറ്റിക്കൽ എലമെന്റ്, ഗസ്റ്റാൾട്ട് സൈക്കോളജി വെച്ചും എ ജെനറ്റിക്കൽ എലമെന്റ്, ഒരാനുവംശിക കഥാപാത്രം നിങ്ങളെ എന്നും പിന്തുടരും. അതുകൊണ്ട് നിങ്ങളുടെ ആഹാരം, നിങ്ങളുടെ നീഹാരം, നിങ്ങളുടെ പെരുമാറ്റം, ഇവയിൽ എപ്പോഴെങ്കിലും ഒരു തെറ്റുപറ്റിയാൽ നിങ്ങളുടെ കോശങ്ങൾ നിങ്ങളുടെ ശത്രുവായി മാറും. ഫാഗോസൈറ്റോസിസിൽ വളരെ നിർണായകമായൊരു പ്രതിബന്ധമാണിത്. എങ്ങനെയാണോ ഒരു കുടുംബത്തിൽ ഒരു മകൻ കുടുംബത്തിനെതിരാകുന്നത്, എങ്ങനെയാണോ ഒരു സാമൂഹ്യ പ്രസ്ഥാനത്തിൽ കുറച്ചാളുകൾ അതിനെതിരായിത്തീരുന്നത്, അതിനകത്തു തന്നെ ലോക്കൽ ആക്ഷൻ ഉണ്ടാകുന്നത്, അതുപോലെ നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെയും നിങ്ങളുടെ പരിണാമത്തിൻ്റെയും നിങ്ങളുടെ എതിർപ്പിൻ്റെ ശബ്ദങ്ങളുടെയും നിങ്ങളുടെ വിവരസാങ്കേതിക വിദ്യയുടെയും അന്തരാളങ്ങളിൽ നിങ്ങളുടെ കോശങ്ങൾ നിങ്ങളോട് എതിർക്കുമ്പോൾ കോശാനുകോശ പ്രവർത്തനത്തിൽ, കോശഭാഗത്തിൽ, കോശഭാഗ അവയവത്തിൽ, സ്പേം അല്ലെങ്കിൽ ഓവം, നിങ്ങളുടെ ക്രോമസോം, നിങ്ങളുടെ ജീൻസ്, അവയുടെ അന്തരാളങ്ങളിൽ നിർണായകമായ പരിണാമങ്ങൾ ഉണ്ടാക്കുന്ന ഫാഗോസൈറ്റ്സിൽ മാറ്റം വരുത്തുവാൻ അതിടയാക്കും. അങ്ങനെ നിങ്ങളുടെ കോശം തന്നെ നിങ്ങൾക്ക് ശത്രുവായും നിങ്ങളുടെ ഹോർമോണുകൾ തന്നെ നിങ്ങളെ കൊല്ലുന്ന കില്ലർ ഹോർമോണുകളായും പരിണമിക്കും. അതിനിടയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാലമാണ് ഇനി അങ്ങോട്ട്. അതുകൊണ്ട് സ്നേഹിച്ചും പരസ്പരം വിശ്വസിച്ചും അനേക തരത്തിലുള്ള പൂക്കൾ വളരുന്ന ഒരു പൂന്തോട്ടം പോലെ വ്യത്യസ്ത ചിന്താധാരകളും വ്യത്യസ്ത ജാതികളും വ്യത്യസ്ത മതങ്ങളും വ്യത്യസ്ത ഭാവങ്ങളുമുള്ള മനുഷ്യൻ നന്മയെ മുൻനിർത്തി യോജിക്കുവാനും നന്മയിൽ ഒരുപോലെ സ്നേഹം പുലർത്തുവാനും നന്മ എവിടുന്നുണ്ടെങ്കിലും സ്വീകരിക്കുവാനും തിന്മ ആരുടേതായാലും അത് സ്വീകരിക്കാതിരിക്കുവാനും അതിനെ വിദ്യ കൊണ്ട്, അറിവുകൊണ്ട്, നയപരമായി, മാനുഷികമായി മാറ്റിയെടുക്കുവാനും പറ്റുന്ന ഒരു നല്ല കാലം, അരയും തലയും വയറും നിറയുന്ന, കാലിനും കൈക്കും നാവിനും വിലങ്ങില്ലാത്ത സുശോഭനവും സുന്ദരവുമായ ഒരു കേരളം, ഒരു ആരോഗ്യ കേരളം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഈ സമയത്ത് അഭ്യർത്ഥിച്ചുകൊണ്ട്
ആശംസിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതിലെ തെറ്റുകൾ നിങ്ങൾ പഠിച്ചും വളർന്നും വലുതാകുമ്പോൾ, നിങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ, നാളെ ഞാൻ പറഞ്ഞതിലെ ഏതെങ്കിലും ഒരു പദം, ഏതെങ്കിലും ഒരു വാക്യം, ഏതെങ്കിലും ഒരു അറിവ് തെറ്റാണെന്ന് തോന്നിയാൽ അന്നായാൽ പോലും എന്നെ തിരുത്താൻ മടിക്കണ്ട എന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ട് അതിലെ തെറ്റുകൾ എൻ്റേത് മാത്രമാണ്, അവയ്ക്കുള്ള ശിക്ഷകൾ, അവയ്ക്കുള്ള പരിഹാസങ്ങൾ, അവയ്ക്കുള്ള എതിർപ്പുകൾ എന്നിൽ ഒതുക്കി നിർത്തണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ നല്ല കാര്യങ്ങൾ ഭാരതീയരും അഭാരതീയരുമായ, പൗരസ്ഥരും പാശ്ചാത്യരുമായ ഭാവാതീതന്മാരുൾപ്പെടെയുള്ള ഉന്നതരായ ശാസ്ത്രകാരന്മാരുടെ അന്തരിന്ദ്രിയ മണ്ഡലങ്ങളിൽ രൂപപ്പെട്ടവയാണ്. അവയോട് നിങ്ങൾക്ക് ബഹുമാനം തോന്നിയെങ്കിൽ അത് അവരിലായിരിക്കട്ടെ, എന്നിലാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഹരി ഓം.